നിന്നെ ഞാൻ. ശംഭോ മഹാദേവ, നിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ നീ തന്നെ പറയുന്നു, അതും ഞാൻ പറയണോ? അമൃത ചേച്ചി ഇവനും തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കരുത്. ഇവനൊരു മനുഷ്യനല്ല, ഇവനൊരു കീരിയാണ്. നീ എന്താ പറഞ്ഞ? ഈ അമല് കീരിയാണെന്നോ? തെളിവുണ്ടോ? Then shut your mouth. ഇന്ന് ഈ യുദ്ധത്തിന്റെ അവസാനം നമ്മുടെ ശത്രുക്കളിൽ ഒരാളുടെ അന്ത്യമായിരിക്കും. വേണ്ട ഋതിക്, ഋഷിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ അമ്മൽ അവളെ ബാക്കി വെച്ചേക്കില്ല. അമൽ, എനിക്ക് വലിയൊരു തെറ്റ് പറ്റിപ്പോയി ശിവന്. ഇനി അവൻ ഞാനൊട്ട് സമ്മതിക്കുകയില്ല. ഒരു കാര്യം ഞാനിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നു, നിങ്ങൾ രണ്ട് സഹോദരിമാരും ഇപ്പോൾ ഒന്നായിരിക്കുന്നു. അതെ, ഞങ്ങളിപ്പോ ഒന്നാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും കരുതിക്കോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് പ്രശ്നമുണ്ടടി. അത് മാത്രമല്ല, ഈ കളിയിൽ ജയിക്കാനും നിന്നെ ഞാൻ അനുവദിക്കില്ല. എന്റെ ഈ കൈ പിടിച്ചില്ല നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നിട്ട് മതിയാക്കാൻ നോക്കാം. അമ്മയെന്നല്ല, ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് പറയാനുള്ള അർഹത പോലും നിനക്കില്ല. നിനക്കറിയോ യാമിനി, സ്വന്തം ബന്ധങ്ങൾ ഇല്ലാതാകുമ്പോഴുള്ള ദുഃഖം എന്താണെന്ന്? ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് അതും വ്യക്തമായി ബോധ്യപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള ബന്ധങ്ങൾ കൂടി നിനക്ക് നഷ്ടപ്പെടുകയുള്ളൂ. പറയ്, നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണ്? അപാര ശക്തികളുണ്ട്, മരിച്ചവരെ പോലും ജീവിപ്പിക്കാനുള്ള ശക്തി. നാഗമാണിക്യം ആരുടെ കയ്യിലാണോ ഉള്ളത്, അവരുടെ കൈപ്പിടിയിൽ ലോകം ഒതുങ്ങുന്നതാണ്. അമരത്വമെന്ന എനിക്ക് നിങ്ങളുടെ അടിമപ്പണി ചെയ്യേണ്ടിയും വരില്ലായിരുന്നു. എന്താ മറന്നുപോയോ നീ? ഞാനാണ് നിന്നെ പുനർജീവിപ്പിച്ചത്, നാഗമാണിക്യം കൊണ്ടുവരാൻ വേണ്ടി, അതും എനിക്കായി. ശരിയാണ്, നിങ്ങളാണ് എന്നെ പുനർജീവിപ്പിച്ചത്. പക്ഷെ ഞാൻ തന്നെ നിങ്ങളെ കൊന്നു കളഞ്ഞില്ലേ? ഗുരുമാത മരിച്ചു കഴിഞ്ഞു. സ്വാഹ സ്വാഹ സ്വാഹ. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, പക്ഷെ നിന്നെ കഴിച്ചാലൊന്നും എന്റെ വിശപ്പ് അടങ്ങില്ല. എന്റെ വിശപ്പ് മാറ്റാൻ മറ്റൊരു ഇരയുണ്ട്. ആ ഇരയെ ഞാൻ ഇനി ആ നാഗമാണിക്യം എന്റേതാണ്, എന്റേത് മാത്രമാണ്. ആ നാഗമാണിക്യത്തിന്റെ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റില്ലായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവനല്ല, ഇനിയും നഷ്ടപ്പെട്ടുകൂടാ. ഋത്തിക്, ബന്ധങ്ങൾ കൂടുതലുണ്ടായിട്ട് കാര്യമില്ല. ഉള്ള ബന്ധങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടാകണം. നീ പാലിയുടെ വംശക്കാർക്ക് സാധിക്കില്ല. അത് ശരിയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ ആപത്ത് ആ കീരിയാണ്. അവനിൽ നിന്ന് ആദ്യം നമ്മൾ രക്ഷപ്പെടാൻ നോക്കണം. ഒന്നുകിൽ നിങ്ങളുടെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ശരിയല്ല. നിങ്ങളുടെ മകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ല, ആ നശിച്ച കീരിയാണ്. പിന്നെ ചതിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് നിങ്ങളാ എന്നോട് ചെയ്തത്. ആ കീരി അവിടെ എന്നെ കൊല്ലാൻ നോക്കിയപ്പോ നീ അവിടെ നിന്ന് കാഴ്ച കാണുകയത്. നിങ്ങളുടെ മരുമകൾ ശിവന്യെ കൊല്ലാൻ വേണ്ടി ആ നശിച്ച കീരിയുടെ സഹായത്തോടെ. എന്നാൽ ഇന്ന് എന്റെ പദ്ധതി ആകെ പൊളിഞ്ഞുപോയി.
അക്കൂട്ടത്തിൽ നിങ്ങളുടെ തലയ്ക്ക് വെളിവില്ലാതായി പോയെന്നാ തോന്നുന്നത്. നീ ആ കീരിയോടൊപ്പം ചേർന്ന് അതന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. അകമാണിക്യത്തിന് വേണ്ടി ഗുരുമാതയെ തന്നെ കൊന്നു. അപ്പൊ ഇന്ന് ജന്തുക്കളും നാഗമാണിക്യത്തിന്റെ പുറകെ കൂടിയോ? മുതുക്കി ഒന്ന് നിർത്തുന്നുണ്ടോ? നീ എന്നെയും കളിയാക്കുകയാണോ? നിന്നെ ഞാൻ ആ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. നീ നാഗകന്യകയല്ലേ? അതെ, അതൊക്കെ വിട്. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെങ്കിലും ആ കീരി നാഗമാണിക്യത്തിന്റെ അടുത്തെത്തുന്നത് തടഞ്ഞേ പറ്റൂ. കാരണം നാഗമാണിക്യം എന്റേതാണ്, എന്റേത് മാത്രമാണ്. എന്റെ പൊന്നു മോളെ, ഞാൻ നിന്നെ ഒരുപാട് പേടിപ്പിച്ചു അല്ലേ? സോറി ബേബി. എന്റെ സ്നേഹം വളരെ വ്യത്യസ്തമാണ്. ഇരിക്കേ. പറഞ്ഞത് കേട്ടില്ലേ? അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? സ്നേഹത്തോട് പറ. അമ്മേ, ഒന്നിങ്ങ് വന്നേ. ഞാനല്ല, നിങ്ങളുടെ മക്കളാണ് വിളിക്കുന്നത്. അമ്മേ, വേഗം വന്നേ. ഒന്നും ചെയ്യരുത്, എന്റെ മക്കളെ ഒന്നും ചെയ്യാതെ വിട്ടേക്ക്. ഭാവി മരുമകനല്ലേ ഞാനങ്ങ് പിണങ്ങി പോവേ. വേഗം വാ. ഈ ചെയ്യുന്നത് ശരിയാണോ? അവിടെ നിന്നോണ്ടാണോ എന്നോട് സംസാരിക്കേണ്ടത്? നിങ്ങ വന്നേ, നമുക്ക് സംസാരിക്കണ്ടേ? വാ വാ. വരുന്നോ അതോ? ആദ്യം നമ്മൾ അകറ്റി നിർത്തേണ്ടത് അവനെയാണ്. ആരാണ് ആ ശത്രു? ഇഷ്ടരൂപധാരിയായ കീരി. ഞാൻ ആ കീരിയെ പറ്റി നേരത്തെ അങ്ങോട്ട് പറഞ്ഞിരുന്നതാ. പക്ഷെ നമ്മൾ ആരും മനസ്സിലാക്കിയിരുന്നില്ല. ആ കീരിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണോ? ഗുരുദേവ്, അവനെ തടയാൻ എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടാവില്ലേ? അതിന് ഒരു ഉപായം മാത്രമേ ഉള്ളൂ. ഇഷ്ടരൂപധാരികളായ നാഗകന്യയ്ക്ക് ആ കീരിയെ ഒരിക്കലും വധിക്കാനാവില്ല. അതുപോലെ മൃഗങ്ങൾക്കും ഇഷ്ടരൂപധാരിയായ നാഗകന്യയുടെ പുറന്തോലിന്റെ സഹായത്തോടെ. അത് ലഭിക്കുന്നത് അത്രയ്ക്ക് എളുപ്പമാണോ ഗുരുദേവ? അന്വേഷിക്കൂ അങ്ങനെ ഒരു നാഗകന്യകയെ. അവളുടെ ഇഷ്ടത്തോടെ ആയിരിക്കണം പുറന്തോൽ നൽകുന്നത്. ണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാനതിനൊരുക്കമാണ്. പക്ഷെ നീ എനിക്കൊരു വാക്ക് തരേണ്ടി വരും. ഋത്തിക്കിനെ രക്ഷിക്കുന്ന അടുത്ത നിമിഷം തന്നെ നീ അവനെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന്. മരിക്കുന്നത് ഞങ്ങളല്ല, നീയാണ്. നിന്റെ മരണമാണ് നിന്നിവിടെ എത്തിച്ചത്. ശംഭോ മഹാദേവ.